ജനുവരി 16 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. അടിതട്ടൽ എന്ന തലക്കെട്ടോടുകൂടി ഒന്നാമത്തെ പടിയുടെ ലേഖനത്തിലെ 23-ാമത്തെ പേജിന്റെ ഭാഗമാണ്. പലപ്പോഴും പഴമക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ പറയാറുണ്ട്, അവരടി തട്ടിയിട്ടില്ല എന്ന് പറയുന്ന പോലെ, കുറെ കൂടിയൊക്കെ ഇനിയും കീഴ്പ്പെടാനുണ്ട് എന്നൊക്കെ. എന്നെ പോലെയുള്ള ആളുകളൊക്കെ തുടക്കത്തിൽ വരുന്ന സമയത്ത് എന്നെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് കാരണം ഓരോ ഏക്കാരനും പരാജയത്തിൻ്റെ നെല്ലിപ്പലക കാണണമെന്നതിന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നമ്മുടെ പഴമക്കാരുടെ അനുഭവങ്ങളിൽ നിന്നാണ്. പല ആളുകളും മദ്യാസക്തനാണ് എന്ന് സമ്മതിക്കാൻ പോലും അവർക്ക് പറ്റാറില്ല എന്ന യാഥാർത്ഥ്യം ഏതൊക്കെയോ ഘട്ടത്തിൽ ഞാനും മനസ്സിലാക്കുകയാണ്. എല്ലാ തരത്തിലും അടി തട്ടിയില്ലായിരുന്നെങ്കിൽ എന്നെപ്പോലൊരു മദ്യാസക്തൻ ആൽക്കഹോളിക്സ് അനോണമസിന്റെ കൂട്ടായ്മയിൽ നിൽക്കില്ലായിരുന്നു. ഇവൻ എല്ലാ തരത്തിലും അടി തട്ടിയിട്ടും ഇനി അങ്ങോട്ട് വേറെ വഴിയില്ല എന്നറിഞ്ഞിട്ടും അഹങ്കാരവും മറ്റു കാര്യങ്ങളും ഒന്നും വിടാതെ നിൽക്കുന്ന ആളായിരുന്നു എന്ന് ആലോചിക്കണം. അവിടെയാണ്. അതല്ലാതെ മദ്യത്തെ ശരിക്കും കുറച്ചു കാലത്തേക്കൊക്കെ നിർത്തി എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിയുടെ വേഗത്തിലേക്ക് തടങ്ങുന്നതിൻ്റെ കാരണം എന്താണ്? അതുകൊണ്ടാണ് പറയുന്നത്, അവർക്ക് പരിപൂർണമായിട്ട് ഒന്നാമത്തെ പടി അംഗീകരിക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മുന്നിൽ ശക്തിഹീനനാണെന്ന് പറഞ്ഞാൽ മദ്യം പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോഴും അനിയന്ത്രിതമായ ജീവിതത്തെക്കുറിച്ച് കണ്ടെത്താനോ ആ ജീവിതത്തിലൊരു മാറ്റങ്ങൾ വരുത്താനോ തയ്യാറാവാത്തത് കൊണ്ടാണ് വീണ്ടും കുടി ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അത് സമ്മതിക്കാൻ പറ്റില്ല. അവിടെ എല്ലാത്തിലും ഡിനയൽ ഇങ്ങനെ ഉണ്ടാവും, എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട, എൻ്റെ ബുദ്ധിയും ബോധമാണ് ശരി, എല്ലാത്തിനോടും തർക്കത്തോടു കൂടി കാണുന്ന സ്വഭാവം, ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് ആശയറ്റവരായിട്ട്, അടിതട്ടാത്തവരായിട്ട്, ഇനിയും എനിക്ക് മുന്നോട്ട് ജോലിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എനിക്കധികം കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഇത് മനസ്സിലാവാതെ മരിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. ആശയറ്റവരായി തീരാത്ത പക്ഷം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടി കുറച്ച് ആളുകൾക്കേ പറ്റൂ എന്നാണ് പറയുന്നത്. ആത്മാർത്ഥമായി പരിശീലിക്കാൻ പറ്റൂ എന്നാണ് ഉത്തരം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആളുകളാണ് ആത്മാർത്ഥമായിട്ട് അത് പരിശീലിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് കുടിയൊക്കെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് നിർത്തി എന്ന് പറഞ്ഞ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വൈകാരികമായിട്ടും മറ്റു കാര്യത്തിലും എല്ലാ തരത്തിലും അടിതട്ടൽ, മദ്യത്തിന്റെ രീതിയിലല്ലാതെ അടിതട്ടി കീഴ്പ്പെടാൻ തയ്യാറായപ്പോഴാണ് ഈ പ്രോഗ്രാം കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ മദ്യപിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ മനോഭാവത്തിലാണ് നിൽക്കുന്ന, മദ്യം കുടിക്കുന്നില്ല എന്ന് കരുതുക. എന്നാൽ പോലും നമുക്ക് ബാക്കി പടികളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്നൊക്കെ പറയാം, പക്ഷെ ജീവിതം അനിയന്ത്രിതം സമ്മതിക്കില്ല. ബാക്കി പടികളുടെ കാര്യം പറയുകയോ വേണ്ട. എന്തിനാ ഒരു വലിയ ശക്തി എന്ന് പറയുന്ന ആശയത്തിന്റെ കാര്യം, ഞാൻ തന്നെ എനിക്കിതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയൊന്നുമില്ല. പിന്നെ എൻ്റെ ജീവിതം ഞാനെന്തിനു വിട്ടുകൊടുക്കണം, എനിക്ക് എൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങൾ തൊട്ട് പിന്നെ വേറൊരാളുടെ ഏറ്റു പറയേണ്ട കാര്യം പറയുകയോ വേണ്ട. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകവും ലോകത്തിലെ ആളുകളുമാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഉണ്ടാവുക. അതുകൊണ്ടാണ് ബാക്കി 11 പടികളും പരിശീലിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കാര്യം പറയുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ആലോചിക്കേണ്ടത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി എന്നത് പുതിയ മനോഭാവങ്ങളുടേതാണ്. പഴയ രീതിയിലല്ല നമ്മൾ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് കുടി നിർത്തുക എന്നതൊരു തുടക്കമാണ്. നമ്മൾ മറ്റുള്ള മനുഷ്യരുമായി ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാഗങ്ങളിലാണ് നമ്മുടെ മനോഭാവങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. നമ്മൾ പുരോഗതി ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് പുരോഗതി ഉണ്ടാവില്ല. അതല്ല, ഞാൻ മാറിയിട്ടില്ല എന്ന രീതിയിലാണ് എനിക്ക് ഇത്രയേ വരൂ എന്ന് പറയുന്നവർക്ക് പുരോഗതി ഇല്ലാത്തത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം അല്ലെങ്കിൽ അത് പ്രവർത്തിക്കണം, അടിത്തട്ടലില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കതില്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. നമ്മളേലും എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറാവില്ല. നമ്മളേല് വരിക, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ആ സ്വഭാവം വരും. മറ്റുള്ളവരെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ആശയങ്ങൾ എടുക്കില്ല. കാരണം എന്താ, നമുക്ക് മനോഭാവം കടന്നു വന്നിട്ടില്ല.
അവിടെയാണ് നമ്മൾ അസ്വസ്ഥരായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ സ്വയം അസ്വസ്ഥരാവുകയും മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യും നമ്മൾ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും, മറ്റുള്ള ആൾക്കാർ ശരിയല്ല, മറ്റുള്ളവരൊക്കെ എന്താ അങ്ങനെ, എന്നെ എപ്പോഴും മറ്റുള്ളവർ ദ്രോഹിക്കുകയാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാക്കേണ്ടത് നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി എന്ന് പറയുന്നത് കേവലം കുടി നിർത്തി എൻ്റെ മാത്രം കാര്യം നോക്കി നടക്കുന്നതല്ല. അതൊരു പുതിയ മനോഭാവമാണ്. എൻ്റെ ഒപ്പമുള്ളവരെ, എൻ്റെ വീട്ടിലുള്ള ആളുകളെ തൊട്ട് എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളെ തൊട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ 7 അംഗങ്ങളെ വരെ പരിഗണിക്കുന്ന, അവരെ കരുതുന്ന, അവരുടെ ഒപ്പം നിൽക്കാൻ എന്നെ സഹായിക്കുന്ന പുതിയൊരു മനോഭാവം, എൻ്റെ എന്നതിന് പകരം നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില വിട്ടുകൊടുക്കലുകൾക്ക് തയ്യാറാകുന്ന മനോഭാവം ഞാൻ എന്ന മദ്യാസക്തനുണ്ടാവേണ്ടതുണ്ട്. ആ മനോഭാവം ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ മദ്യാസക്തനാണ്, എൻ്റെ രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് എനിക്ക് ഉപകാരമില്ല, മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആവരുത് ഞാനെന്ന മദ്യാസക്തൻ പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പം അടിതട്ടൽ പല രീതിയിലാണ്. അടിതട്ടി എന്ന കാര്യങ്ങൾ, അടിതട്ടിയാലാണ് ഈ പ്രോഗ്രാം പരിശീലിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഏത് തരത്തിൽ അടി തട്ടണം, വൈകാരികമായിട്ട് ഇനി എനിക്ക് വേറൊന്നുമില്ല, എൻ്റെ ഐഡിയ കൊണ്ട് നടക്കില്ല എന്ന് സമ്മതിക്കാൻ തയ്യാറാവണം. ഏതാണ്ട് കുഴപ്പം പറ്റി എന്ന് പറയുന്ന ആൾക്കാരാണ് എയുടെ തത്വങ്ങളെ സ്വന്തമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും വീണ്ടും വീണ്ടും അവർക്കും മറ്റുള്ളവർക്കും തെറ്റായ രീതിയിലേക്ക് സന്ദേശം കൊടുക്കുകയും അവർക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്തവരായിട്ട് മാറുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അങ്ങനെ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതി ആദ്യത്തെ പരിപാടി തന്നെ കീഴ്പ്പെടൽ തന്നെയാണ്. നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ തന്നെയാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കീഴ്പ്പെടണം. ഈ പ്രോഗ്രാം മനസ്സിലാവണമെന്നെങ്കിൽ തുറന്ന മനസ്ഥിതിയോടുകൂടി ഇത് പറയുന്ന കാര്യങ്ങൾ എടുക്കാൻ തയ്യാറാവണം. മാത്രമല്ല എൻ്റെ ജീവിതം മാറില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, പുതിയ മനോഭാവത്തിലൂടെ എനിക്കത് പറ്റുന്ന, അതല്ല ഞാൻ കേൾക്കില്ലേ, ഏതാണ്ട് ഞാൻ എന്നെ ഉപദേശിക്കുന്നവരെ കേൾക്കും, എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കില്ല. ഇത് മനോഭാവങ്ങളെ മാറ്റാനുള്ള തയ്യാറെടുപ്പും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വീകരണവും ആവശ്യമാണെന്ന് അറിയുന്നത്. അവിടെയാണ് കടുത്ത സത്യസന്ധത. ഞാൻ എന്നോട് തന്നെ സത്യസന്ധനായി എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്ന പ്രോഗ്രാം, വേറൊരാളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രോഗ്രാമൊക്കെ അതുകൊണ്ടാണ്. വേറൊരാളുടെ ഏറ്റ് പറയും, അയാൾ പറയുന്നത് ചെയ്യുന്നതിൻ്റെ കാരണം എൻ്റെ സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേർവിപരീതത്തിലേക്ക് പോകാനാണ് വേറൊരാളെ നമ്മൾ കേൾക്കുന്നത്. പിന്നീട് നമ്മുടെ തലച്ചോറിനത് ശീലമായിട്ട് മാറുന്ന ആ ഒരു സംഭവം, സഹിഷ്ണുത ഉള്ളവനായിട്ട് ഞാൻ മാറുക, മറ്റുള്ള ആളുകളും സാഹചര്യങ്ങളും എല്ലാം മറിച്ച് ഞാനാണ് മാറേണ്ടത് എന്നുള്ള ബോധ്യങ്ങളിലേക്ക് കടന്നു വരിക. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല മറ്റുള്ളവരുടെ സഹായം, വലിയ ശക്തി എന്നുള്ള ആശയം മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കൽ കൂടിയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഞാൻ വാചാലനായിട്ട് മറ്റു മനുഷ്യരെ ഒന്നും അംഗീകരിക്കാതെ, അവരുടെ കാര്യങ്ങളൊന്നും എടുക്കാതെ, അവരോടുള്ള വിരോധങ്ങൾ മാറ്റാതെ നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ വലിയ ശക്തി എന്ന ആശയം പോലും ആ രീതിയിലാണ് എന്നുള്ള കാര്യം. മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളിലേക്ക് നോക്കുന്നതിന് പകരം എൻ്റെ തെറ്റുകളും കുറവുകളും ഞാനാ മാറണ്ട. മറ്റുള്ളവർ എങ്ങനെ എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റം പറയോ, ഭാര്യയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതി പറയലോ അല്ല, മറിച്ച് മാറാൻ പറ്റുന്നത് എനിക്കാണ്. ഞാൻ മാറുമ്പോൾ അത് മാറിക്കോളും. അവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ടാവുമെങ്കിൽ അവരുടെ കുഴപ്പമല്ലാതെ എൻ്റെ പ്രവർത്തനം തന്നെയാണ്. അവർ തെറി പറയുന്നുണ്ട്, അവരുടെ പ്രവൃത്തി അവരല്ലേ നിരീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അവരല്ലേ നോക്കണ്ട, ഞാനല്ലോ. ഇതാണ് ഏടെ പ്രോഗ്രാം പ്രവർത്തിക്കേണ്ട വിധം. അപ്പം ഇതൊക്കെ എവിടെ സാധിക്കുക? ആ വലിയ ശക്തിയെ അംഗീകരിക്കാൻ പറ്റുക എന്ന് മറ്റുള്ളവരെ അംഗീകരിക്കലൂടിയാണ്. എൻ്റെ തെറ്റുകൾ, എനിക്കൊരു കുഴപ്പമുണ്ടാവുമ്പോൾ അത് എൻ്റെ തെറ്റാണ് എന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക, വരുത്തി വെച്ച കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്യുക എന്ന കാര്യം, ഇതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിതട്ടി എനിക്ക് വേറെ വഴിയില്ല എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പറയുന്ന രീതിയിലുള്ള പ്രോഗ്രാമിലേക്ക് എത്താനും ഞാൻ എന്നോട് തന്നെയുള്ള പ്രാർത്ഥനകൾ നടത്തി എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആന്തരിക ചേതനയെ കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുമെന്നും അത് വൺ ഡേ അറ്റ് എ ടൈമിലൂടെ ഓരോ ദിവസവും നടന്നു പോകേണ്ടതാണെന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുണ്ടേ പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.